കാറ്റത്തെക്കിളി കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീതുവിനെയാണ് ആദ്യം കാണിക്കുന്നത്. നീതുവിൻ്റെയും നമ്മുടെ ഹരീഷിൻ്റെയും സംസാരമൊക്കെ പുറത്തു നിന്ന് സഹോദരൻ കേട്ട് അവിടെ ചെന്ന് അമ്മനോട് പറഞ്ഞു കൊടുക്കും. അമ്മേ എന്തൊക്കെയാണ് അവനോട് പറയുന്നത്, എൻ്റെയോട് കേട്ടിട്ട് നാണാവണമെന്ന് പറയും. എന്നിട്ട് പറയുന്നത് അവരെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവണ കാര്യങ്ങളൊക്കെ ഇനി പറയണേന്ന് പറയും. അത് കേട്ടോടുകൂടി അവരമ്മയ്ക്ക് ഭയങ്കര ദേഷ്യവും നാണം കെട്ടോളം കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വാതിൽ ചെന്നും കഴിഞ്ഞിട്ട് മുട്ടി അടിച്ച് തുറക്കാൻ നോക്കണം. അപ്പോൾ നീതു ഫോൺ വെച്ചിട്ട് എന്താന്ന് പറഞ്ഞ് വാല് തുറക്കും. പിന്നെ മറുപടി ചൂലും കെട്ടോണ്ടായിരുന്നു. ചൂലുകൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുന്നത്. അപ്പം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നാണം കെട്ടവളെ എന്തുട്ടൊക്കെ ഉണ്ട് പറയണത് നീ അവനോട്, ഇവിടെയൊക്കെ ഞങ്ങൾക്ക് കേട്ടിട്ട് നാണാവണമെന്നൊക്കെ പറഞ്ഞപ്പോൾ സംശയിക്കേണ്ട, ഞാനെല്ലാം കേട്ടിട്ട് അമ്മനോട് ചെന്ന് പറഞ്ഞാണെന്ന് സഹോദരൻ പറയും. നിങ്ങളെ ഒളിഞ്ഞു നോക്കിയാൽ നിങ്ങളാണ് സംസ്കാരമില്ലാത്ത ആൾക്കാർ. ഞാൻ കല്യാണം കഴിക്കാൻ പോണ ചെക്കനോട് എൻ്റെ ഭാവി കാര്യങ്ങൾ പറയുന്നോണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് വെച്ച് പിന്നെ അടിമുടി തല്ലായിരുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് നീതു എഴുന്നേറ്റില്ലെന്ന് ചോദിക്കുന്നു ചന്ദ്രൻ. 11 മണിയായിട്ട് എഴുന്നേറ്റില്ലെന്ന് ചോദിക്കും. ഇല്ല, നേരം വെളുക്കണവരെ അവന് ഫോൺ ചെയ്തിരിക്കും, എന്നിട്ട് പിന്നെ എങ്ങനെയാണ് എഴുന്നേൽക്കാന്ന് പറയും. എന്നിട്ട് നീതു വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ചായ ചോദിക്കുമ്പോൾ വീണ്ടും ചൂലും കെട്ടുകൊണ്ട് അടി. അങ്ങനെ പിന്നെ വഴക്കും തല്ലും. പിന്നെ ആ സമയത്ത് ഹരീഷ് വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അവളുടെ അമ്മ മേടിച്ച് ഫോൺ തറയിൽ തല്ലി ഉടക്കി പറയും, ഞാൻ സംസാരിക്കണല്ലേ നിങ്ങൾ ഫോൺ തല്ലി പൊളിച്ചത്, ഇടയ്ക്ക് അവൻ്റെ കടയിൽ പോകണം, ഞാൻ സ്ഥിരം കടയിലേക്ക് പോകും നോക്കിക്കോ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധിക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാല് കുത്തുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ റിജക്റ്റ് ആവണ്. അങ്ങനെ ഭയങ്കര ടെൻഷനിൽ നിധി 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാലൊക്കെ കുത്തുന്നുണ്ട്. എന്നാലും പിന്നെ ശരിയാവും. എന്നിട്ട് പിന്നെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വീണ്ടും അവിടെ ഇരിക്കുന്ന ആ കുറ്റി തട്ടി താഴെ തെറിപ്പിക്കും. എവിടെ നിന്ന് വരുന്നടോ അതൊക്കെ, വിളിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും അവർ. അതിനുശേഷം നമ്മുടെ സുധീഷ് ചെന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് കാല് പിടിക്കും പോലീസുകാരൻ്റെ. എൻ്റെ ഭാര്യ നല്ലോണം ഓടിക്കും, ആൾക്കാരെ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ട് പ്ലീസ് എന്നൊക്കെ പറയും. അതെ, റോട്ടിൽ കൂടെ പോകുമ്പോൾ പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരെ കണ്ട് പേടിച്ചിട്ട് വണ്ടി ഓടിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ പണിയല്ലതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കും. എന്നാലും സുധീഷ് ഒരുപാട് കാല് പിടിക്കുന്നുണ്ട്. അപ്പോൾ തോമസ് ഏട്ടനും കൂടിയുണ്ട് കേട്ടോ. കാല് പിടിക്കുന്നുണ്ട്. അപ്പോൾ ശരി, രണ്ടാമത് വരാൻ പറയും. അങ്ങനെ നിധി സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പറഞ്ഞിട്ടാണ് നല്ലോണം കാല് കുത്താണ്ട് നല്ലോണം വണ്ടി ഓടിക്കില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, ഇനി 6 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത് പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയണേന്ന് പറഞ്ഞു. അങ്ങനെ നിധി പറയില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ, എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിധി പോകും. അത് കേട്ടോട് സുധീഷ് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. തനിക്ക് പിന്നെ എന്താ പറ്റുക, വായിൽ നാക്കുണ്ടല്ലോ മറ്റുള്ളവരെ മറ്റുള്ളവരെ വഴക്ക് പറയാനും ചീത്ത പറയാനും അതിനും ഇതിനൊക്കെ 100 നാവാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുന്നു. എന്നിട്ട് പിന്നെ കുറേ പറയും, എന്തൊക്കെയായിരുന്നു സ്വപ്നങ്ങൾ, ഒരു കയ്യിൽ ഡ്രൈവ് ചെയ്യണം, ഒരു കയ്യിൽ കാപ്പി പിടിക്കണം, പറക്കണം, മഴയത്ത് തേങ്ങേന് ആനേന് കോപ്പിടുന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം വഴക്ക് പറയുന്നു സുധീഷ്. എന്തിൻ്റെ പേരാണ് നിധിയാകെ നെട്ടിത്തെറിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിന് ശരിക്കും പറഞ്ഞാൽ നിധിനെ അങ്ങനെ ചെയ്യിക്കുന്നതെന്ന് സുധീഷ് അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എന്തും ധൈര്യത്തോടെ നേരിടാനുള്ളൊരു ചങ്കൂറ്റം നിധിക്കുണ്ട്. മതി നിർത്ത് അപമാനിച്ചത്, എനിക്കറിയാം വണ്ടി ഓടിക്കാൻ, എന്നാൽ പോയി ഓടിക്ക്, കാണിക്ക് സാമർത്ഥ്യം എന്നൊക്കെ പറയും. അങ്ങനെ പോലീസുകാരോട് ചെന്ന് സുധീഷ് പറയും നിധി ഓക്കെയാണ് സാറെന്ന് പറയും. അങ്ങനെ നിധി വണ്ടി ഓടിക്കും, ഒരു കുഴപ്പമില്ലാണ്ട് വണ്ടി ഓടിച്ച് വരുമ്പോൾ പോലീസുകാർ ചോദിക്കും, അങ്ങോട്ട് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ പാസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു കടലാസ് കൊടുക്കും. നിധിക്ക് ഭയങ്കര സന്തോഷം, അപ്പോൾ തന്നെ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധിനെല്ലാം കാണിക്കുന്നത് നമ്മുടെ ആ നീതുവിൻ്റെ ആങ്ങളന്മാരൊക്കെ ബസ് സ്റ്റോപ്പിൽ നിന്ന്, ആങ്ങളെയും കൂട്ടുകാരന്മാരൊക്കെ കൂടി ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് ഓരോരുത്തരെയൊക്കെ നോക്കി ചൂളടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിധി വരുന്നുണ്ട്. നിധി വന്നിട്ട് ബസ് കയറാൻ നിൽക്കണ്. അപ്പോൾ ദേ വരുന്നു ഒരു തീനം, ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. അഞ്ജലിന്ന് വിളിക്കുമ്പോൾ നിധി വിളിയേക്കൂല. പിന്നെ 2-3 പ്രാവശ്യം കൂടി അഞ്ജലിന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ അഞ്ജലിന്ന് വിളിക്കുമ്പോൾ നിധി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നെ തന്നെയാണ് വിളിച്ചത്, നിൻ്റെ പേരും ഞങ്ങളിട്ടത് അഞ്ജലി എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ചെല്ലും. 5 ആണുങ്ങളുടെ കൂടെ നീ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ, അതിനാണ് അഞ്ജലി എന്ന് പേരിട്ടാന്ന് പറയും. ഇതേ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടണം. എന്നിട്ട് കിളിക്കൂടിലെ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പേരും കൊടുക്കുമെന്ന് പറയും. അത് കേട്ടോടുകൂടി നിധിക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ആ നേരത്ത് ഡിറ്റോ കണ്ട് ചായ കുടിക്കാനോ പോയിട്ട് വരുന്നുണ്ട്. ഹരീഷേട്ടൻ്റെ ഏട്ടത്തിനല്ലേ ഇവന്മാർ കളിയാക്കണത്, ഇതെന്തായാലും ഹരീഷേട്ടനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് നിധി അവനങ്ങനെ നോക്കിക്കണ്. അപ്പോൾ ഒരു കാരണവർ അവിടെ നിന്ന് പറയും, ചെക്കന്മാരെ നിങ്ങൾ എന്ത് തോന്നിയാസന് പറയുന്നത്, 5 ആങ്ങളമാരുള്ള വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നെന്ന് വിചാരിച്ചിട്ട് താമസിക്കുന്നു വിചാരിച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഇത്രയും മോശമായി പറയുമോ എന്ന് ചോദിക്കും. ഇത്രയും മോശമായി പറയാൻ പറ്റുമോ അമ്മാവ എന്ന് പറഞ്ഞ് അവർ
തിരിച്ച് മറുപടി പറയും. അങ്ങനെ നിധി ജോലിക്ക് പോകാണ്ട് നേരെ വീട്ടിലേക്ക് വരും. അപ്പോൾ നികേഷ് ചോദിക്കും എന്താ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടൂല. അങ്ങനെ നിധി സോഫയിൽ ചെന്നിരുന്ന് കരയും. അപ്പോൾ സുഭാഷ് അപ്പോൾ ജോലിക്ക് പോകാൻ എങ്ങാണ്ട് കവറൊക്കെ എടുത്ത് വരികയായിരുന്നു. എന്താ മോളെ, എന്താ ഓഫീസിൽ വല്ല പ്രശ്നം ഉണ്ടായി, എന്തിനാ കരയണേന്ന് ചോദിക്കും. ഓഫീസിലേക്ക് എത്താനുള്ള നേരമായിട്ടില്ലല്ലോ, എന്താ ഏട്ടത്തി എന്താണെന്ന് വെച്ചാൽ പറയുന്നു പറഞ്ഞ് നികേഷും ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷും പറയും താൻ കരയാതെ കാര്യം പറയടോ പ്ലീസ് എന്ന് പറഞ്ഞാൽ കുറേ പറയും. ചോദിക്കുമ്പോൾ അങ്ങനെ നിധി ഇങ്ങനെ പറയും ഓഫീസിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല സുഭാഷ് ഏട്ടാ എന്ന് പറയും. എന്നിട്ട് പിന്നെ ഇങ്ങനെ അഞ്ജലിന്ന് വിളിച്ചത് അപമാനിച്ച കാര്യമൊക്കെ പറയുന്നു. അത് കേട്ടോടുകൂടി സുധീഷ് ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടണ്. ആ നീതുവിൻ്റെ സഹോദരനായിരുന്നു എല്ലാം തുടങ്ങി വെച്ചതെന്ന് പറയും. അങ്ങനെ നിധി വാ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് നിധിയുടെ കൈ പിടിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോകണ്. അപ്പം നികേഷ് നീ വരണ്ടടാ ഞങ്ങൾ ചോദിച്ചിട്ട് വരാമെന്ന് പറയുക നമ്മുടെ സുഭാഷ് ഏട്ടാ. എന്താ ഞാനും വലിയ ആളിനാണ്, ഞാനും ചോദിക്കാനുണ്ട്. ഇന്നാളിതിന് മുന്നേ തന്നെ ഞാനും ഏട്ടത്തി കൂടെ പോകുമ്പോൾ അവൻ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറയും. എന്നിട്ട് എന്താ നീ ഇപ്പോഴെന്താ പറയണേന്ന് സുഭാഷ് ചോദിക്കും. ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ചോദിക്കാൻ, ഏട്ടത്തി പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന്. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റൂല, നിധിനോട് അങ്ങനെ അത്രയ്ക്ക് നിധിനെ തോണ്ടാനാ, നിധിനെ കളിയാക്കാൻ അവനായോ എന്നൊക്കെ ചോദിച്ച് സുധീഷ് ഇങ്ങനെ ഇറങ്ങണ നേരത്ത് ഹരീഷിൻ്റെ ഫോണിലേക്ക് കോൾ പോകുന്നുണ്ട്. ഹരീഷിനെ വിളിക്കുന്നു. ഹരീഷെ നമ്മുടെ നീ ബസ് കവലയിലേക്ക് ഒന്ന് വാടാ, നമ്മുടെ നിധീനെ ഒരുത്തരെ തോണ്ടിയേക്കണ്, അത് നീതുവിൻ്റെ ആങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഹരീഷിന് ഇൻട്രസ്റ്റ് കൂടുമല്ലോ. പിന്നെ കാണിക്കുന്നത് അങ്ങനെ നിധിയുടെ കൈ പിടിച്ചും കഴിഞ്ഞിട്ട് സുധീഷ് പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ പ്രമോലൊക്കെ എല്ലാവരും കണ്ടതുപോലെ തന്നെ നിധി ചെന്ന് കഴിഞ്ഞിട്ട് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് ആർക്കാണ്. അപ്പോൾ അവൻ്റെ മുഖം കാണിച്ചു കൊടുക്കും. പിന്നെ കാണുന്നത് ഇടിയുടെ പൂരമാണ്, നല്ല ഇടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഹരീഷും വരും. പിന്നെ ഹരീഷിൻ്റെ വക ഹരീഷും കൊടുക്കും, അച്ഛനും വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആങ്ങളനെ 3-4 പേരും കൂടി താങ്ങി പിടിച്ച് നീതുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അമ്മ അച്ഛനും ഓടിച്ച് നിന്ന് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പറയും നിൻ്റെ പ്രേമിക്കുന്ന അവനില്ല, അവനും അവൻ്റെ സഹോദരങ്ങളും കൂടി ചെയ്തതണ്ടി എന്ന് അമ്മ അട്ടഹസിക്കും. അങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരാളാ കുടുംബടക്കം വന്നു കഴിഞ്ഞിട്ട് തല്ലിച്ചതക്കി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ. എന്തെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും, ഇല്ലാണ്ടൊന്നില്ല എന്ന് പറഞ്ഞ് നീതു അകത്തേക്ക് പോകും. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ ഇങ്ങനെ അനിയനെ നോക്കി നിൽക്കുന്നതോടെയാണ് പ്രമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.